ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്നസ് അജിത് വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഇന്നൊരു വെറൈറ്റി വ്ലോഗ് ആയിട്ട് വന്നേക്കുന്നത്. നമ്മൾ ഇന്ന് കുറച്ച് കൊറിയൻ നൂഡിൽസ് ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പിലുള്ള ചോക്ലേറ്റ്സും കാൻഡീസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്ന സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് പിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതെ, അപ്പൊ നമ്മൾ ഇന്ന് അതെല്ലാം കഴിച്ചു നോക്കിയിട്ട് അതിന്റെ റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഞങ്ങളിത് ഫസ്റ്റ് ടൈം ആണ് ഇതൊക്കെ കഴിക്കുന്നതും. അപ്പൊ എനിക്ക് ഈ ഒരു കൊറിയൻ നൂഡിൽസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ. ഭയങ്കര അപ്പൊ ഭയങ്കര സ്പൈസി ആണെന്നൊക്കെ പറയുന്നത് എന്തായാലും നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതില് 3 ടൈപ്പ് ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. പിങ്ക്, റെഡ്, ബ്ലാക്ക്. നോക്ക്, ഓപ്പൺ ആക്കി നോക്കി ഫസ്റ്റ് തന്നെ ആ ഒരു സോസ് ആണ്, ആ ഒരു ഇതാണ് അതിന്റെ എരിവിന്റെ സോസ് വരുന്ന സോസ് ആണ്. ഇത് എല്ലാത്തിലും ഉണ്ടാവും, പക്ഷെ അതിന്റെ എരിവ് ഓരോന്നിലും കൂടുതലായിരിക്കും. ഇത് പിന്നെ അതിന്റെ പൗഡർ ആണ്, ഒരൊറ്റ പാക്കറ്റ് പൗഡർ ആണ്. ഇതിന്റെ ഉള്ളിൽ ഇതേ നൂഡിൽസ് ഉണ്ട്, ഒരു വെറൈറ്റി നൂഡിൽസ് ആണ്, കുറച്ച് തിക്ക് ആയിട്ടുള്ള ടൈപ്പ് നൂഡിൽസ് ആണ്. ചീസ് പൗഡർ ആണ് അത്. ഈ പൗഡർ അല്ലേ? അപ്പൊ ഇത് ചീസ് ഫ്ലേവർ ആയിരിക്കും ഈ സംഭവം. അടുത്തത് ഓപ്പൺ ആക്കി നോക്കിട്ടാ. റെഡിന്റെ ഉള്ളിൽ ഇതേപോലെ ആ ഒരു ഹോട്ട് സോസ് ഉണ്ട്. പിന്നെ നോക്ക്, ചില്ലി ഫ്ലേക്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അറിയില്ല കേട്ടോ, അങ്ങനെ ഒരു ഒറ്റ ഇതുള്ളൂ, അല്ലാണ്ട് ഇതിൽ വേറെ പൗഡർ ഒന്നും ഇല്ല. സോസ് ആൻഡ് ഫ്ലേക്സ് എഴുതിയേക്കണേ. അപ്പൊ ഭയങ്കര എരിയിരിക്കുന്ന തോന്നണ. ഓപ്പൺ ആക്കി നോക്ക്, ബ്ലാക്ക്. ഇതില് സെയിം സോസ് ഉണ്ട്, പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും കുറേ കൂടി ഫ്ലേക്സ് ഇതിലുണ്ട്, അതുകൊണ്ടായിരിക്കും ഇത്രക്ക് എരിവ്. അപ്പൊ നമുക്ക് ഇത് എല്ലാത്തിലും വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ നൂഡിൽസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് നമുക്ക് ചോപ്പ് സ്റ്റിക്ക് കൊണ്ടാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ചോപ്പ് സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ വെള്ളം ഒഴിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നൂഡിൽസ് ഒക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. കളറിൽ ഇതൊരു ലൈറ്റ് കളറാണ്, ഇത് അതിനെക്കാട്ടിയും ഡാർക്ക്, ഇത് നല്ല ഡാർക്ക്. അതിനനുസരിച്ചിട്ടായിരിക്കും സ്പൈസി എന്ന് വിചാരിക്കണം, അറിയില്ല. പിന്നെ ഇത് കുറച്ചും കൂടി തിക്കായിട്ടുള്ള നൂഡിൽസ് ആണ് കേട്ടോ, പിങ്കിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ കളറൊക്കെ കണ്ടില്ലേ? അപ്പൊ നമ്മള് ചോപ്പ് സ്റ്റിക്കും കൊണ്ട് എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം അല്ലെ, ഓരോന്നോരോന്ന്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ചീസ് ഫ്ലേവർ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ സ്മെല്ല് വരുമ്പം അതാണ് ഏറ്റവും ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ചോപ്പ് സ്റ്റിക്ക് ആയിട്ട് തിന്നാൻ അറിയില്ല, എനിക്കറിയില്ല കേട്ടാ. നമുക്കിത് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ തന്നെ കുറച്ച് അങ്ങനെ ട്രൈ ചെയ്തോ. ചൂടുണ്ട് കേട്ടോ. അധികം എരിവൊന്നുമില്ല. ഇത് ചീസിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു ചീസി ഫീലിംഗ് ഉണ്ട് നമുക്ക്. ഞാൻ ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് പിടിക്കണ പോലെ തന്നെ കിട്ടും അങ്ങനല്ല, ഇത് ഒരെണ്ണം സ്റ്റഡി ആയിട്ട് നിക്കണം, മറ്റേതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കുക. ടാസ്ക് ആണ്, ഇത് ചെയ്ത പോലെ തന്നെ ആക്കണം. എന്ത് പാടല്ലേ, നമുക്ക് ഇങ്ങനെ കാണുമ്പോ വിചാരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. രസമുണ്ട് കേട്ടാ, ടേസ്റ്റ് ഉണ്ട്, ഫ്ലേവർ അടിപൊളിയാട്ടാ, ഇഷ്ടപ്പെട്ട്. ഫസ്റ്റ് വൺ രസമുണ്ട്. ആദ്യം നമുക്ക് എല്ലാം കഴിച്ചിട്ട് നമുക്ക് ഇതിനെ മാർക്ക് കൊടുക്കാം ഔട്ട് ഓഫ് 10. അടുത്ത് നമുക്ക് റെഡ് എടുക്കാം. ഇത് കണ്ടിട്ട് കുറച്ച് സ്പൈസി ആയിരിക്കും തോന്നുന്നു. ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് ഞാൻ തന്നെ ആണ് ആദ്യം എല്ലാം പരീക്ഷിക്കുന്നത്, എന്നിട്ട് ഞാൻ തിന്നു. അഭിപ്രായം ഒന്നും പറയണ്ടല്ലോ. എരിവുണ്ട്, ചിലപ്പോ ബ്ലാക്കിനെ കാട്ടി ഒരു ഇതായിരിക്കും, പറയാൻ പറ്റില്ല. അതായിരിക്കില്ല, ബ്ലാക്കിന് എരിവുണ്ടാവും. എന്തെനിക്ക് ഇത്ര എടുക്ക ഇത്തിരി താഴോ എടുത്തു വന്നപ്പോ അത്രക്കായി. കൈ കൊണ്ടൊന്നും തോന്നണ്ട. എരിവുണ്ട് അല്ലേ? ഫ്ലേവർ മറ്റേ അത്രക്ക് ഫ്ലേവർ ഇല്ല, പക്ഷെ എരിവുണ്ട്. നമ്മള് തിന്നുമ്പോഴല്ല എരിയ, അതുകൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ നാവ് ഫുള്ള് എരിയും.
നല്ല എരിവുണ്ട്, കഴിച്ചോ? നല്ല എരിവുണ്ട്. കഴിക്കേ. നല്ല എരിവ്, ഞാൻ വിചാരിച്ചതിനെക്കാട്ടും നല്ല സ്പൈസി ഉണ്ട്. ഓ ഇതിന്റെ കളറ് ഭയങ്കര കുറച്ചും കൂടി ഡാർക്കാണ് കേട്ടോ. അതിനാട്ടും ഡാർക്കാണ്. എന്തെങ്കിലുമൊക്കെ കൂടി വെക്കണേന്ന് തോന്നുന്നു. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് ചോക്ലേറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യണ കുഴപ്പമില്ല. ഇത് കിട്ടുന്നു. ഞാൻ ഐ ആം എക്സൈറ്റഡ്. എന്തോ മറ്റേന്റെ ഇരും കൂടി നിക്കണേ അറിയാനില്ല. നോക്കട്ടെ, എരുണ്ട്. മറ്റേനെക്കാട്ടിയും ഇവിടെ ഒന്ന് വീഴ്ത്തണ്ടാട്ടാ, താനാ എടുക്കുന്ന. ഞാനിത് കഴിക്കട്ടെ. ഞാനിത് ബ്ലാക്ക് ട്രൈ ആക്കാൻ പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബ്ലാക്കിനെക്കാട്ടി എത്രയോ എരുണ്ട്. അത് റെഡ്. ഞാനത് കഴിച്ചിട്ട് എന്റെ വായ എരിഞ്ഞിരിക്കണാരുണ്ട്. എനിക്ക് 2-3 പ്രാവശ്യം അത് കഴിച്ചു. ഞാൻ ഒറ്റ പ്രാവശ്യം കഴിച്ചുള്ളൂ. അപ്പൊ എരു ഒന്ന് സെറ്റ് ആയപ്പോഴാണ് ഞാൻ ഇത് കഴിച്ചു നോക്കിയത്. ബ്ലാക്ക് വിചാരിച്ച പോലെയല്ല, ബ്ലാക്കിന് ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. റെഡ് നമുക്ക് എരിവ് കൂടുതലുള്ള കാരണം എരിവ് മാത്രമാണ് അറിയണുള്ളൂ. ബ്ലാക്കിന് ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട്, എരിവ് അത്ര കുഴപ്പമൊന്നുമില്ല. റെഡ് ഈസ് ദ ഡേഞ്ചറസ്. പക്ഷെ നമ്മള് വിചാരിച്ച എന്താ ബ്ലാക്ക് ആയിരിക്കും അടിപൊളി എന്നല്ല. അടിപൊളിന്നാ എരിവ് കൂടുതല. അപ്പൊ നമ്മൾ ഈ 3 കപ്പ് നൂഡിലിനും റേറ്റിംഗ് കൊടുക്കാൻ പോവാണ്. പറഞ്ഞോ. പിങ്കിന് ഞാൻ 10/10 കൊടുക്കും. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ ചീസി. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നൂഡിൽസ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. കാരണം ഒരു ചീസി ടേസ്റ്റും ആണ് വരുന്നത്. സ്മെല്ലാണെങ്കിലും നല്ല ടെംപ്റ്റിംഗ് ആണ്. അടിപൊളി. റെഡ് ലൈക്ക് എല്ലാവർക്കും ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കണം. എരിവുള്ള നമ്മള് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ ചാനലിലുണ്ട് കേട്ടോ ഒരു വീഡിയോ, സ്പൈസി നൂഡിൽസ്. പക്ഷെ അതൊന്നും അല്ല കേട്ടാ. അതൊക്കെ ഇതിന്റെ ഒരു പകുതിക്ക് ഉണ്ടാവുള്ളൂ. അത്രയും പകുതിക്കും ഇല്ലാന്ന് തന്നെ പറയാം. ഭയങ്കര സ്പൈസി. ഒരു എരിവ് പോണേ ഇല്ല അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ എരിവിന്റെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എരിവുണ്ട്, നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ടേസ്റ്റും വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എരിവ് മാത്രം അറിയണുള്ളൂ. അതുകൊണ്ട് ഒരു 5 കൊടുക്കണം. ഞാനൊരു 8 ഒക്കെ കൊടുക്കും. കാരണം എരിവുള്ളതല്ലേ നമുക്ക്. അങ്ങനെ എരിവുള്ള അത്ര എരിവ് എന്ന് പറഞ്ഞിട്ടും അത്രക്ക് എരിവില്ലാത്തല്ല നമുക്ക് കൂടുതലും കിട്ടിയേക്കണത്. അപ്പൊ ഞാനൊരു 8 ഒക്കെ കൊടുക്കും. ഞാൻ ഇതൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇനി ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടേക്കണം. ഞാൻ ബ്ലാക്കിനും 10 തന്നെ കൊടുക്കും. കാരണം നല്ലൊരു ഫ്ലേവറും ഉണ്ട്. അങ്ങനെ ഭയങ്കര എരിവ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, രസം ഉണ്ടായിരുന്നു. പിന്നെ എന്താ തോന്നണ മറ്റേ അത്രക്ക് എരിവില്ല കേട്ടോ. അത് തിന്നപ്പോ തന്നെ ഇത് കഴിച്ചോണ്ടാണ് എനിക്ക് നല്ല പക്ഷെ ഒരു രസല്ലേ, നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഞാനൊരു 9. എനിക്ക് ഇതിന്റെ അത്രക്ക് ഞാൻ മാർക്ക് അതിന് കൊടുക്കൂല. അതൊരു 9 കൊടുക്കുള്ളൂ. എന്റെ ഒരു ഇതിൽ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ് ആണ്. ഇനി നമുക്ക് നമ്മളുടെ ചോക്ലേറ്റ് ആൻഡ് ക്യാൻഡീസ് ഒക്കെ നമുക്ക് കഴിച്ചിട്ട് ഇതിന്റെ ഏരിയ ഒക്കെ ഒന്ന് സെറ്റ് ആക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇനി അടുത്തായി ട്രൈ ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. തുർക്കാന ചോക്ലേറ്റിനാണ് എഴുതിയേക്കുന്നത്. കണ്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആവും തോന്നുന്നുണ്ട് കേട്ടോ. ഇത് സംഭവം നമ്മളെ ന്യൂട്ടല്ല ഇങ്ങനത്തെ ചോക്ലേറ്റ് കണ്ടിട്ടില്ലേ, അതിന്റെ ഒരു വേറെ സംഭവം കേട്ടാ തുർക്കാന. അപ്പൊ ഒരെണ്ണം ഓപ്പൺ ആക്കി നോക്കാം. നോക്കട്ടെ. ഓ, ഇത് വേഫേഴ്സ് ആണ് കേട്ടാ. വേഫർ മാതിരിയുള്ളത്, മറ്റേതുപോലെ അല്ല. മറ്റേ ഒരു ബിസ്ക്കറ്റ് ടൈപ്പ് അല്ലേ, വേഫർ ആണ്. രസമുണ്ട്. വേഫറും ചോക്ലേറ്റും കൂടി. ചോക്ലേറ്റ് ഒക്കെ നല്ല രസമുള്ള ചോക്ലേറ്റ് ഉണ്ട്. കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവും. മുമ്പത്തെ പോലെ നമ്മളെ കൂടെ ഇപ്പൊ ബേബി ഉണ്ട്. അപ്പൊ അവള് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഹൈ ചെയറിൽ. അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ
അത്ര അടിപൊളി ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഉള്ളിലത്തെ ചോക്ലേറ്റ് ഒന്നും അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചോക്ലേറ്റാ. പുറത്ത് കറക്റ്റ് നമ്മുടെ വേഫർ ബിസ്ക്കറ്റ് കഴിക്കുന്ന സെയിം വേഫർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സോർപങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫ്ലേവേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലൂബെറി, ആപ്പിൾ ആൻഡ് കൊക്കക്കോള. അങ്ങനെ 3 ഫ്ലേവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നും ട്രൈ ആക്കി നോക്കാം. ഫസ്റ്റ് തന്നെ ബ്ലൂബെറി ആണ്. ബ്ലൂബെറിയുടെ ഉള്ളിൽ ഇതേ ബ്ലൂബെറിയുടെ കളറില് നല്ല അടിപൊളി സ്റ്റിക്സുകൾ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനത്തെ സോർ ക്യാൻഡി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. കൊക്കക്കോള മതിന്നല്ലേ? ഇത് ബ്ലൂബെറി. എനിക്ക് ഇഷ്ടമാണ്. ഞാന് ഇങ്ങനത്തെ കാൻഡീസിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ ചോക്ലേറ്റ് ആണ് ഇഷ്ടം, അല്ലാണ്ട് ഇങ്ങനത്തെ അലർജിയുള്ള സാധനങ്ങളൊന്നും താല്പര്യമില്ല. അതാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല ഫ്ലേവറാണ് ബ്ലൂബെറി. ഇനി ആപ്പിൾ പറഞ്ഞാ മതി. ആപ്പിൾ ഇതേ ഗ്രീൻ യെല്ലോയിഷ് അങ്ങനത്തെ ഒരു ഷെയ്ഡിനാണ് കളർ വരുന്നത്. ഫ്ലേവേഴ്സ് ഒക്കെ ഇങ്ങനെ പക്ക അതിന്റെ ഫ്ലേവർ ആണല്ലേ? ആപ്പിളിന്റെ സെയിം ഫ്ലേവറാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ ടേസ്റ്റ് ഇല്ലാന്ന് വിചാരിക്കരുത്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം. അത് ഇതേ ബ്രൗൺ കളറിലാണ് വന്നേക്കുന്നത്. എല്ലാം കാണാൻ നല്ല രസമുണ്ട്. അത് മറ്റേ പോലൊക്കെ തന്നെ കോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഒരു ഷുഗർ കോട്ടിംഗ് ഉണ്ട്, രസമുണ്ട്. കൊക്കക്കോള. അടുത്ത് നമുക്ക് ഈ കാഡ്ബറി കാരമൽ ബട്ടൺസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. മിൽക്ക് എന്നാണ് ഇരിക്കുന്നത്. കാരമലും മിൽക്കും കൂടിയിട്ടുള്ള ഫ്ലേവറിന്റെ ഒരു മിക്സ് ആയിരിക്കും തോന്നുന്നു, മിൽക്ക് ചോക്ലേറ്റും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി തോന്നിയപ്പെടുത്താൻ കേട്ടോ. ബട്ടൺസ് ഇങ്ങനെ ബോൾ പോലെ ആയിരിക്കും വിചാരിക്കണം അതിന്റെ ഉള്ളിൽ. ഓ, എങ്ങനെ ബോളും അല്ല, ഇതെന്താ ബട്ടൺസ് അല്ലേ? ബട്ടൺസിന്റെ ഷേപ്പില്. അതാണ് പുറത്തത്തെ ഫോട്ടോ കാണുമ്പോ നമ്മള് വിചാരിക്കും ബോളാണെന്ന് കേട്ടാ, അങ്ങനെ തോന്നും. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു. ഷേപ്പ് കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ അതിലുള്ളിൽ. എന്തോ ഭയങ്കര പരിചയമുള്ള ഒരു ടേസ്റ്റ്. എന്തിന്റെ പാൽപ്പൊടി? നല്ല ഒരു ഫ്ലേവർ ഉണ്ട്. പണ്ടെപ്പോഴും കഴിച്ചൊരു സാധനത്തിന്റെ ടേസ്റ്റ് തോന്നുന്നുണ്ട്. പേടല്ലേ? പേടയുടെ സെയിം ടേസ്റ്റ് ആണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഡയറി മിൽക്കിന്ന് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇത് ആക്ച്വലി UK ഓൺലി ആണ് കേട്ടോ. UK മാത്രം കിട്ടുന്ന സാധനമാണ്. നമ്മളവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. സംഗതി അടിപൊളിയുണ്ട്, നല്ലതാണ്. ഇതുവരെ കഴിച്ചതൊന്നും ഫ്ലോപ്പ് ആയിട്ടില്ല. ഈ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉള്ള സാധനം ഇതില്. അടുത്ത സാധനം സൂപ്പർ ഹൈപ്പർ എസിഡോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലേവർ ആണ് സംഭവം. വെറൈറ്റി എന്ന് പറയുമ്പോ പിന്നെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ അല്ലേ വെറൈറ്റി. അല്ലാണ്ട് ചോക്ലേറ്റ് നമ്മളെ കോമൺ ചോക്ലേറ്റ് കുറെ ഉണ്ടായിരുന്നു. ആപ്പിളിന്റെ ഷേപ്പ് പോലെ ഉണ്ട്. ഉള്ളില് ഹോളോ ആണല്ലേ? പുളിയാണ് അല്ലേ? പുറത്ത് പുളിയും ഉള്ളിൽ മധുരം. അതെ, ആദ്യം ഒരു പുളി ഇങ്ങനെ വന്ന് കുഴപ്പമില്ല. അടുത്തത് സെലക്ട് ചെയ്യും. അടുത്തത് നീ സെലക്ട് ചെയ്തോ. ഇത് കണ്ട, ഇതിനെന്താ പേര് പറയാ? സാധനങ്ങൾ എന്ന് പറയുമ്പോ ജോണി കാൻഡി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇത് ഓപ്പൺ ആക്കി നോക്കാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ മാർഷ്മെല്ലൊക്കെ പോലത്തെ ഒരു ടൈപ്പാണ് ഇതിന്റെ, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട്. ഓക്കെ, അടുത്തത് ഈ ഒരു സംഭവമാണ്. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. സാധനങ്ങൾ
ഇതില് ഫ്ലവറും ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് ഉള്ളത്. അപ്പൊ ഇതിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എങ്ങനെയാ തന്നെ ഫ്ലവറിനും ബട്ടർഫ്ലൈനൊക്കെ തിന്നാം? നമുക്ക് നല്ല സോഫ്റ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കണമെന്നേ ഇല്ല. മാർഷ്മെല്ലോ ഒക്കെ കഴിക്കുന്ന പ്രത്യേകിച്ച് വലിയ ഫ്ലേവർ ഒന്നുമില്ല. മാർഷ്മെല്ലോ ഒക്കെ കഴിക്കണ പോലെ. പിന്നെ ഇതിന്റെ ഈ ഭംഗി കണ്ടിട്ട് നമ്മള് വാങ്ങുന്നു. നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മള് ടേസ്റ്റ് ചെയ്യാൻ പോണ സാധനമാണ് റീസസിന്റെ സ്റ്റിക്സ് ആണ്. നോർമൽ റീസസ് നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് സ്റ്റിക്സ് കഴിച്ചിട്ടില്ല. അതും സൈസ് 4 സ്റ്റിക്സിന് എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയാ, നട്ട്സിന്റെ സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഓപ്പൺ ആക്കിയപ്പോ ഭയങ്കര ഒരു ടെംപ്റ്റിംഗ് സ്മെല്ലാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള സ്റ്റിക്ക് തന്നെയാണ്. ഒരെണ്ണെടുക്കാം. എല്ലാം കൂടി ട്രൈ ചെയ്ത് നോക്കണം, കാരണം നമുക്ക് സ്ഥലല്ല. പറഞ്ഞ പോലെ അടിപൊളി. അടിപൊളി. ഒരു സ്നിക്കേഴ്സ് കാട്ടിയും അടിപൊളി സാധനം. സ്നിക്കേഴ്സിന്റെ ഒരു ടച്ച് ഉണ്ടെന്നുള്ളത്. പീനട്ടിന്റെ ആ ഒരു ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഭയങ്കര റീസസ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. അതിന്റെ ഒരു വ്യത്യാസം അതിനുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള വ്ലോഗ് ഞങ്ങൾ ആദ്യമായിട്ടും കഴിക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്കും ആ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം, അതിന്റെ ടേസ്റ്റ് റിവ്യൂ. അപ്പൊ വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.